സുഹൃത്തുക്കളുടെ നഗ്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ച കേസിൽ യൂട്യൂബർ തൊപ്പിയുടെ യൂട്യൂബ് ചാനൽ നീക്കം ചെയ്തു. അങ്ങനെ അത് അവസാനിച്ചു. അങ്ങനെ പടക്കടകുദാഹവ എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് യൂട്യൂബിന്റെ നടപടി. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെത്തിയിടും. തൊപ്പി എന്ന നിഹാദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഇന്നു മുതൽ ഈ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗവും അധ്വാനിക്കാത്ത ഈ ഗോപാലനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റങ്ങളായതിനാൽ ജാമ്യം അനുവദിക്കരുതെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതവന്മാരെ ഒതുക്കാനാണോ നമ്മുടെ ഒരു വകുപ്പില്ലാത്തത്? എസ് എസ് ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. എസ് എസ് ശരൺ, അപ്പോ തൊപ്പിയുടെ യൂട്യൂബിന് വിലക്ക് വീണു അല്ലെ, ചങ്ങല വീണു. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്, പരാതികളാണ് ഈ നിഹാദ്, തൊപ്പി എന്ന നിഹാദിനെതിരെ നേരത്തെ ഉയർന്നിരുന്നത്. പറയൂ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്യാതിരുന്നത്? അങ്ങനെ ഈ ലഹരി ഇടപാടുകൾ നടത്തി, ഒപ്പം തന്നെ ഈ സുഹൃത്തുക്കളുടെ നഗ്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ചു എന്നടക്കമുള്ള അനവധി പരാതികളുണ്ടായിരുന്നു. അതിൽ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയുടെ ഇടപെടൽ ഉണ്ടാവുകയും വിശദമായ അന്വേഷണം നടത്തുമെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഒരു അഭിഭാഷകന്റെ പരാതി ആലുവ റൂറൽ സൈബർ പോലീസിന് ലഭിക്കുന്നത്. ആ പരാതിയിൽ നിഹാദിനെതിരെ കേസ് എടുക്കുന്നു. അതിൽ തന്നെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ, അതായത് IT ആക്ടിന് പുറമെ BNSലെ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരുന്നത്. എനിക്കിനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. ഈ കേസിലാണ് ഇപ്പോൾ നിഹാദിന്റെ യൂട്യൂബ് ചാനലിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് പോലീസ് ഈ സംബന്ധിച്ച ഒരു റിപ്പോർട്ട് യൂട്യൂബിന് നൽകുകയായിരുന്നു. നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കും. അവിടെ നിന്നായാലും മേൽക്കോടതിയിൽ നിന്നായാലും ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ കാലയളവിൽ ഇയാളുടെ യൂട്യൂബ് ചാനൽ വഴി എന്തൊക്കെയാണ് പ്രചരിപ്പിച്ചതെന്ന് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യൂട്യൂബ് ഇയാളുടെ യൂട്യൂബ് ചാനൽ പൂർണ്ണമായും തന്നെ നീക്കം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞു ഈ ജന്മത്തിലെ ബന്ധങ്ങൾ മുഴുവൻ. മുൻകൂർ ജാമ്യം തേടിക്കൊണ്ട് ഇയാൾ എറണാകുളം സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തനിക്കെതിരെ ഉയർന്നിരിക്കുന്നത് വ്യാജ പരാതികളാണെന്നുള്ളതാണ് ഇയാൾ മുന്നോട്ട് വയ്ക്കുന്നത്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലേ. ഇപ്പോൾ ഈ നിഹാദിനെതിരെ, തൊപ്പിക്കെതിരെ ഉയർന്നിരിക്കുന്നത് ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് കോടതിയിൽ പോലീസ് നൽകിയിരിക്കുന്നത്. കോടതി ഒരാഴ്ച കൊണ്ട് ഞാൻ എത്രത്തോളം വളർന്നുവെന്ന് എനിക്ക് പോലും അറിയില്ല. എന്തായാലും നിഹാദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ പോലീസ് കോടതിയിൽ എതിർത്തിട്ടുണ്ട്. എങ്ങനെ പറഞ്ഞാലും ഇപ്പൊ എനിക്ക് എന്നോട് തന്നെ അസൂയ തോന്നിയാണ്. അടങ്ങുമോനെ. ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റങ്ങളായതിനാൽ തൊപ്പി എന്ന നിഹാദിന് ജാമ്യം കൊടുക്കരുത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവന്റെ ചുക്കാമണി ചെത്തി ഞാൻ കാക്കയ്ക്ക് എറിഞ്ഞു കൊടുക്കും. വരട്ടെ. വല്ല കാര്യമുണ്ടോ? തൊപ്പി വെച്ച് നല്ല കാര്യമൊക്കെ ചെയ്തിരുന്നെങ്കിൽ വല്ല ഇതേപോലെ ഒളിച്ചു നടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇതേപോലെ വേണ്ടാധീനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പോയോണ്ടല്ലേ ഇപ്പോൾ ഉള്ള യൂട്യൂബും പോയി. ഇനി പറ്റാതെ ഇയാൾക്കെന്നാ എന്നാണോ? പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം.